ഗലേറിയ എന്റർടൈൻമെന്റ് സൂം ജർമ്മൻ സ്റ്റീലും സംയുക്തമായി അവതരിപ്പിക്കുന്ന വിഷു കൈനീട്ടം 2014 ഷോ നാളെ വൈകുന്നേരം 7:30 നടക്കും. ദുബായ് ഇന്ത്യൻ സ്കൂളിലെ ഷെയ്ഖ് റാഷിദ് ഓഡിറ്റോറിയത്തിലാണ് പരിപാടി. മലയാള സിനിമാ രംഗത്തെ പ്രമുഖ താരങ്ങൾ പങ്കെടുക്കുന്ന മെഗാ ഷോയിൽ ദേശീയ പുരസ്കാര ജേതാവ് സുരാജ് വെഞ്ഞാറമൂടിനെ ആദരിക്കും. തുടർന്ന് ഷംന കാസിം, ജ്യോത്സ്ന, നാദിർ ഷാ, കണ്ണൂർ ഷെരീഫ്, സനൂഫ തുടങ്ങിയ താരങ്ങൾ അണിനിരക്കുന്ന കലാവിരുന്നും അരങ്ങേറുമെന്ന് സംഘാടകർ ദുബൈയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പത്തനംതിട്ട ജില്ലാ സംഗമം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കൊറോണ വൈറസിനെക്കുറിച്ചും ഹൃദയാഘാതത്തെക്കുറിച്ചും ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. അന്നൂർ മെഡിക്കൽ ഗ്രൂപ്പുമായി സഹകരിച്ച് സംഘടിപ്പിച്ച ക്ലാസ് നാളെ രാത്രി ഷറഫിയ ലക്കി ഓഡിറ്റോറിയത്തിൽ നടക്കും. ജിദ്ദ കിങ് അബ്ദുൽ അസീസ് യൂണിവേഴ്സിറ്റിയിലെ ഇൻഫെക്ഷൻ കൺട്രോൾ വിഭാഗം കൺസൾട്ടന്റ് ഡോക്ടർ മഹാ അൽ അലവി കൊറോണ വൈറസിനെക്കുറിച്ചും അൽനൂർ മെഡിക്കൽ സെന്റർ ഡയറക്ടർ ഡോക്ടർ ദിനേശൻ, ഡോക്ടർ സുഹ്റ റഫീഖ് എന്നിവർ ഹൃദയാഘാതത്തെക്കുറിച്ചും ക്ലാസുകൾ എടുക്കും. സാമൂഹ്യ പ്രവർത്തന രംഗത്ത് 12 വർഷം പിന്നിടുന്ന കുവൈത്ത് മുസ്ലിം അസോസിയേഷൻ ഈ വർഷം മുതൽ 4 പുതിയ ജനക്ഷേമ പദ്ധതികൾക്ക് തുടക്കം കുറിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഹൃദ്രോഗ പരിശോധനാ കേന്ദ്രം, പ്രവാസി ചികിത്സാ സഹായം, പ്രവാസി ഭവന നിർമ്മാണ സഹായം, വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് എന്നിവയാണ് ഈ പ്രവർത്തന വർഷത്തിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന ജീവകാരുണ്യ പദ്ധതികൾ. പുതിയ പദ്ധതികളുടെ പ്രഖ്യാപനം മെയ് 30 വെള്ളിയാഴ്ച സാമൂഹിക സാംസ്കാരിക നേതാക്കന്മാരെയും മാധ്യമപ്രവർത്തകരെയും സാക്ഷികളാക്കി KKMA ഓഫീസിൽ നടക്കും. ഖത്തറിലെ ഫാറൂഖ് കോളേജ് പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ ഫോസ ഖത്തർ തൊഴിലന്വേഷകർക്കും തൊഴിലുടമകൾക്കുമായി ജോബ് വെബ് പോർട്ടൽ ആരംഭിക്കുന്നു. ലോകത്തെവിടെയുമുള്ള തൊഴിലന്വേഷകർക്ക് പ്രയോജനപ്പെടുന്ന തരത്തിൽ ക്രമീകരിക്കുന്ന പോർട്ടലിന്റെ ഉദ്ഘാടനം ഫാറൂഖ് കോളേജ് പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ വ്യവസായ വകുപ്പ് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി നിർവഹിക്കും. വെള്ളിയാഴ്ച വൈകുന്നേരം 4 മണിക്ക് വെസ്റ്റ് ബേയിലെ മൂവ് ആൻഡ് പിക്ക് ഹോട്ടലിലാണ് പരിപാടി നടക്കുകയെന്ന് ഫാറൂഖ് കോളേജ് ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചു. മറ്റു വാർത്തകളിലേക്ക്. ഈജിപ്തിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനുള്ള വോട്ടെടുപ്പ് 3-ാം ദിവസത്തേക്ക് നീട്ടിയിട്ടും പോളിംഗ് ബൂത്തുകളിലേക്ക് വോട്ടർമാരെത്തിയില്ല. തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയുമായി നിശ്ചയിച്ചിരുന്ന വോട്ടെടുപ്പ് കുറഞ്ഞ പോളിംഗ് നിരക്ക് മൂലം ഒരു ദിവസത്തേക്ക് കൂടി നീട്ടുകയായിരുന്നു. എന്നാൽ വോട്ടിംഗ് അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ 15% വോട്ടർമാർ മാത്രമാണ് ഇതുവരെ പോൾ ചെയ്തതെന്നാണ് റിപ്പോർട്ടുകൾ. വോട്ടെടുപ്പ് 2 ദിവസം പൂർത്തിയായപ്പോഴും വോട്ടർമാരിൽ ഭൂരിഭാഗവും പുറത്തിറങ്ങാൻ കൂട്ടാക്കിയില്ല. 2 ദിവസവും പൊതു അവധിയായി പ്രഖ്യാപിച്ചിരുന്നു. വോട്ട് ചെയ്യാത്തവർക്ക് 500 ഈജിപ്ഷ്യൻ പൗണ്ട് പിഴ ചുമത്തുമെന്നും ഭരണകൂടം അറിയിച്ചു. പക്ഷേ ഇതൊന്നും വോട്ടർമാരെ സ്വാധീനിച്ചില്ല. പ്രസിഡന്റ് അൽ-സിസിയെ പിന്തുണയ്ക്കുന്ന സൽഫി പാർട്ടിയായി അന്നൂർ പാർട്ടി വോട്ടർമാരോട് വോട്ട് പാഴാക്കരുതെന്ന് ആവശ്യപ്പെട്ട് റാലികൾ നടത്തിയിരുന്നു. പ്രവാസികളായ ഈജിപ്തുകാരുടെ വോട്ട് നേരത്തെ രേഖപ്പെടുത്തിയിരുന്നു. ഇതിൽ 95% പട്ടാള മേധാവി അബ്ദുൽ ഫത്ത അൽ-സിസിക്കാണെന്ന ഫലം പുറത്തുവരികയും ചെയ്തു. അൽ അസ്ഹർ സർവകലാശാല അധികൃതരും കോപ്റ്റിക് ബിഷപ്പും സർക്കാർ ടെലിവിഷനിൽ പ്രത്യക്ഷപ്പെട്ട് വോട്ട് രേഖപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിച്ചിരുന്നു. عنده ثقة واسعة في شعبيته الجارفة فاستند عليها وعلى ما يبدو أن المحيطين به أكدوا عليه هذا المعنى فانزلق في هذا التصريح. കനത്ത ചൂട് മൂലമാണ് വോട്ടർമാർ എത്താത്തതെന്നാണ് ഔദ്യോഗിക വിശദീകരണം. എന്നാൽ ഈജിപ്തിലെ തെരഞ്ഞെടുപ്പ് ഒട്ടും സുതാര്യമല്ലെന്ന് യൂറോപ്പ് കേന്ദ്രമായ തെരഞ്ഞെടുപ്പ് നിരീക്ഷണ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു. ന്യൂസ് ഡെസ്ക് മീഡിയ 1. കുവൈത്ത് എക്സ്പാറ്റ്സ് ഫുട്ബോൾ അസോസിയേഷൻ സംഘടിപ്പിച്ച അഡ്രസ് ട്രോഫി അന്തർജില്ലാ ഫുട്ബോൾ ടൂർണമെന്റിൽ തിരുവനന്തപുരം ജേതാക്കളായി. ഫൈനൽ മത്സരത്തിലെ കേമനായി തിരുവനന്തപുരം താരം ഡിക്സനെ തിരഞ്ഞെടുത്തു. ലൂസേഴ്സ് ഫൈനലിൽ ഏകപക്ഷീയമായ ഒരു ഗോളിന് തൃശ്ശൂരിനെ പാലക്കാട് തോൽപ്പിച്ചു. വിജയികൾക്ക് വേണ്ടി ഗോൾ നേടിയ മുജീബാണ് മാൻ ഓഫ് ദി മാച്ച്. കുവൈത്തിലെ പ്രവാസി ഇന്ത്യക്കാർക്കായി മേഡ്സ് ഓഫ് കുവൈത്ത് പഞ്ചഗുസ്തി മത്സരം സംഘടിപ്പിക്കുന്നു. മെയ് 30 വെള്ളിയാഴ്ച യുണൈറ്റഡ് ഇന്ത്യൻ സ്കൂളിൽ വെച്ച് വ്യത്യസ്ത വിഭാഗങ്ങളിലായി നിരവധി മത്സരാർത്ഥികൾ മാറ്റുരയ്ക്കും. ഇന്റർ സ്കൂൾ പഞ്ചഗുസ്തി മത്സരവും ഇതോടൊപ്പം നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. ഇത് 2ാം തവണയാണ് മേഡ്സ് പഞ്ചഗുസ്തി മത്സരം സംഘടിപ്പിക്കുന്നത്. റിയാദിൽ നടക്കുന്ന 17ാമത് സൗദി എനർജി മേള ഊർജ്ജരംഗത്ത് പ്രവർത്തിക്കുന്ന ഇന്ത്യൻ കമ്പനികൾക്ക് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. റിയാദ് എക്സിബിഷൻ സെന്ററിൽ നടക്കുന്ന മേളയിൽ ഇന്ത്യയിൽ നിന്ന് 25 കമ്പനികളാണ് പങ്കെടുക്കുന്നത്. മേള ഇന്ന് സമാപിക്കും. 25 രാജ്യങ്ങളിൽ നിന്നായി 314 സ്ഥാപനങ്ങളാണ് ഇത്തവണ മേളയിൽ പങ്കെടുക്കുന്നത്. ഇതിൽ 25 സ്ഥാപനങ്ങൾ ഇന്ത്യയിൽ നിന്നുള്ള കമ്പനികളാണ്. കേന്ദ്ര വ്യവസായ വാണിജ്യ മന്ത്രാലയത്തിന് കീഴിലുള്ള എഞ്ചിനീയറിംഗ് എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിലാണ് ഇവർ പ്രദർശനത്തിനെത്തിയത്. ആദ്യമായി സൗദി എനർജി മേളയിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ കമ്പനികൾക്ക് മികച്ച പ്രതികരണമാണ് മേളയിൽ ലഭിക്കുന്നതെന്ന് EEPC സീനിയർ ഡെപ്യൂട്ടി ഡയറക്ടർ നിഷികാന്ത് ജിംഡെ മീഡിയ 1-നോട് പറഞ്ഞു. ഡിസംബറിൽ ഇന്ത്യയിൽ നടക്കുന്ന മേളയിൽ സൗദി കമ്പനികളുടെ പങ്കാളിത്തം കൂടി EEPC ഉറപ്പുവരുത്തുന്നുണ്ട്. We are also planning to take the Saudi companies to India because we are also planning a show that is known as India Engineering Sourcing Show in Mumbai in the month of December from 16 to 18, where we are inviting the maximum Saudi companies, not only in the engineering, not only from the energy sector, but also from other engineering products such as castings, forging, automobile components, pipes and tubes, fittings, and various types of engineering products.
കഴിഞ്ഞ വർഷം സൗദിയുമായി $1 ബില്യൺ വ്യാപാരമാണ് ഊർജ്ജ മേഖലയിൽ ഇന്ത്യ നടത്തിയത്. ഈ വർഷം അത് 1.6 ബില്യണായി വളർന്നിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. സൗദി എനർജിയിൽ പങ്കെടുക്കാനെത്തിയ ഇന്ത്യൻ കമ്പനി അധികൃതർക്ക് സൗദിയിലെ സ്വദേശികളും വിദേശികളുമായ വ്യവസായ പ്രമുഖരുമായി സംവദിക്കാൻ സൗദി ഇന്ത്യ ബിസിനസ് നെറ്റ്വർക്ക് മുഖാമുഖവും സംഘടിപ്പിച്ചു. അംബാസഡർ ഹാമിദ് അലി റാവു, DCM സിബി ജോർജ്, എംബസി വാണിജ്യകാര്യ സെക്രട്ടറി സുരീന്ദർ ഭഗത് ഉൾപ്പെടെയുള്ളവരും പരിപാടിയിൽ പങ്കെടുത്തു. റബി മുഹമ്മദ്, മീഡിയ 1, റിയാദ്. ഇന്ത്യയും സൗദി അറേബ്യയും തമ്മിലുള്ള വാണിജ്യ വ്യാപാരത്തിൽ വൻ വർധന. കഴിഞ്ഞ 3 വർഷത്തിനുള്ളിൽ ഇരട്ടിയായാണ് വാണിജ്യ വ്യാപാരത്തിലുണ്ടായ വർധന. 2013-14 വർഷത്തിൽ $48 ബില്യൺ വ്യാപാരമാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ നടന്നത്. ഇന്ത്യയുടെ പ്രധാന വ്യാപാര പങ്കാളിയാണ് സൗദി അറേബ്യ. ഇന്ത്യക്ക് വേണ്ട എണ്ണയുടെ 19% വരുന്നത് സൗദി അറേബ്യയിൽ നിന്നാണ്. അടിസ്ഥാന സൗകര്യ വികസനം, IT, ഭവന നിർമ്മാണം, ഊർജ്ജം തുടങ്ങി വിവിധ മേഖലകളിലും വ്യാപാരം ശക്തമാണ്. $2,500 കോടി വ്യാപാരമാണ് 2010 ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ഉണ്ടായിരുന്നത്. 2010 ഏതാണ്ട് $25 ബില്യൺ ഉണ്ടായിരുന്ന ട്രേഡ് 2013-14 ആയപ്പോഴേക്കും 48, ഏതാണ്ട് ഡബിൾ ആയിട്ട് നമുക്ക് വളർത്തുവാനായിട്ട് സാധിച്ചു. ഇത് വലിയൊരു കാര്യമാണ്. അതുപോലെ ഈ ട്രേഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഓയിൽ ട്രേഡ് മാത്രമല്ല, നോൺ ഓയിൽ ട്രേഡും വളർത്തുവാനായിട്ട് നമുക്ക് സാധിച്ചു എന്നുള്ളതാണ്. ഇരു രാജ്യങ്ങളിലെയും വ്യവസായ വാണിജ്യ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സംയുക്തമായി പ്രവർത്തിക്കുന്നതിനായി കഴിഞ്ഞ വർഷം സൗദി ഇന്ത്യ ബിസിനസ് നെറ്റ്വർക്ക് പ്രവർത്തനം ആരംഭിച്ചിരുന്നു. എംബസിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ ആരംഭിച്ച ഈ സംരംഭം നിരവധി അവസരങ്ങളാണ് തുറന്നുവെക്കുന്നത്. പക്ഷേ നമ്മുടെ ഈ ബന്ധത്തിൽ ഒരു ബയർ സെൽ റിലേഷൻഷിപ്പ് മാത്രമല്ല നമ്മൾ നോക്കുന്നത്. അതിനെ കുറച്ചുകൂടി ഡീപ്പറായിട്ട് ഒരു ഇക്കണോമിക് പാർട്ട്ണർഷിപ്പ് ആക്കി ജോയിൻറ്റ് വെഞ്ചേഴ്സ്, അംബാസഡർ സ്പീച്ചിൽ പറഞ്ഞതുപോലെ ജോയിൻറ്റ് വെഞ്ചേഴ്സ്, ജോയിൻറ്റ് കൊലാബറേഷൻ, not only in Saudi Arabia and India but even in third countries. അങ്ങനെയൊരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ എൻറ്റവറുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ വർഷം ജനുവരിയിൽ ഇന്ത്യ സൗദി ജോയിന്റ് കമ്മീഷന്റെ 10ാമത് യോഗം വാണിജ്യബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ചു. മുൻ ധനമന്ത്രി P. ചിദംബരം സൗദി വാണിജ്യമന്ത്രി തൗഫീഖ് അൽ റബിയുമായും സൗദി ചേംബർ കൗൺസിൽ അംഗങ്ങളുമായി നടത്തിയ കൂടിക്കാഴ്ചയും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വാണിജ്യ വ്യാപാര ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് സഹായിച്ചു. 42 മേഖലകളിൽ സഹകരണം ഉറപ്പുവരുത്താനും എണ്ണ, ഊർജ്ജ, വാതക രംഗത്ത് ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്താനും കൂടിക്കാഴ്ചയിൽ ധാരണയായിരുന്നു. റബി മുഹമ്മദ്, മീഡിയ 1, റിയാദ്. പ്രമുഖ സ്വർണ്ണ വ്യാപാര സ്ഥാപനമായ അവതാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഖത്തറിലെ 2ാമത്തെ ഷോറൂം അൽ ഖോറിൽ പ്രവർത്തനം ആരംഭിച്ചു. ഷെയ്ഖ് സാമിർ അൽ ഥാനി ഉദ്ഘാടനം നിർവഹിച്ചു. അൽ ഖോറിലെ ദഖീറ റോഡിലുള്ള ഹൈപ്പർ സെന്ററിലാണ് പുതിയ ഷോറൂം. 3 മാസത്തിനകം ഖത്തറിൽ അവതാർ 3ാം ഷോറൂം ആരംഭിക്കുമെന്ന് അവതാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചെയർമാൻ യു അബ്ദുള്ള അറിയിച്ചു. ഖത്തറിലെ ദോഹ ഡീറിംഗ് റോഡിലുള്ള ലുലു ഹൈപ്പർ മാർക്കറ്റ് നടത്തിയ മെഴ്സിഡസ് ബെൻസ് പ്രൊമോഷൻ മെഗാ നറുക്കെടുപ്പിന്റെ 1ാം ഘട്ടത്തിൽ 3 വിജയികൾ. നമീറ ഷാഹിദ, ജിതിൻ ആന്റണി, ബീഗം ഫാത്തിമ എന്നിവരാണ് വിജയികളായത്. വാണിജ്യ മന്ത്രാലയം സൂപ്പർവൈസർ ഖാലിദ് റാഷിദ് അൽ മെറിയുടെ സാന്നിധ്യത്തിലായിരുന്നു നറുക്കെടുപ്പ്.